നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യക്കടത്ത് ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലും നടക്കുന്നതാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ഇത്തരത്തിൽ യുവാക്കളെ വരെ ലക്ഷ്യമിട്ടുകൊണ്ട് മനുഷ്യക്കടത്ത് ധാരാളമായി നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ അവരുടെ അവയവങ്ങളടക്കം മറ്റുള്ളവർക്ക് വിൽക്കാനുള്ള ശ്രമങ്ങളും പലപ്പോഴായിട്ട് പിടികൂടുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് മതിയായ രേഖകളില്ലാതെ 21 കുട്ടികളെയാണ് കണ്ടെത്തിയത്. ബീഹാറിൽ നിന്നും വിവേക് എക്സ്പ്രസിലെത്തിയ സംഘത്തിൽ 10 മുതൽ 16 വയസ്സ് വരെയുള്ള ആൺകുട്ടികളാണ് ഉള്ളത്. 21 കുട്ടികളാണ് ഇപ്പോൾ ഇത്തരത്തിൽ രേഖകളൊന്നുമില്ലാതെ നമ്മുടെ കേരളത്തിൽ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. മനുഷ്യക്കടത്താണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഇവരോടൊപ്പം ഉണ്ടായിരുന്നത് 2 മുതിർന്നവരായിരുന്നു. ഇവരോ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകിയത്. ഇത് തന്നെയാണ് പോലീസിനെ സംശയത്തിന് ഇടയാക്കിയത്. 2 പേരുടെ കൂടെ എങ്ങനെയാണ് ഇത്തരത്തിൽ 10 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള 21 കുട്ടികൾ വരുന്നത് എന്നുള്ള സംശയം തന്നെയാണ് പോലീസിനെ ഇത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഇട നൽകിയത്. ഇവരുടെ കൂടെ മറ്റുള്ള രക്ഷിതാക്കളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ സംശയമാണ് ഇപ്പോൾ വലിയൊരു മനുഷ്യക്കടത്താണ് നടന്നിരിക്കുന്നത് എന്നുള്ള സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കോഴിക്കോട്ടെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് 2 മാസത്തെ കോഴ്സിനാണ് കൊണ്ടുവന്നത് എന്നാണ് ഇവരുടെ മൊഴി. എന്നാൽ ഇക്കാര്യം പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കുട്ടികളെ പോലീസ് ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയിട്ടുണ്ട്. കിഷൻഗഞ്ച് സ്വദേശികളായ കുട്ടികൾ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സംഘം ഒലവക്കോട് എത്തിയത്. തുടർന്ന് അസ്വാഭാവികമായ രീതിയിൽ പ്ലാറ്റ്ഫോമിൽ കുട്ടികളെ കണ്ടതോടെ പോലീസ് മുതിർന്നവരോട് രേഖകൾ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് കുട്ടികൾക്ക് രേഖകളില്ലെന്ന് കണ്ടെത്തിയത്. കുട്ടികളെ കൊണ്ടുവന്ന കോഴിക്കോട്ടെ സ്ഥാപനത്തിന്റെ പേരോ കുട്ടികളുടെ വിശദാംശങ്ങളോ ശിശുക്ഷേമ സമിതി പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ ഉച്ചയോടെയാണ് 21 കുട്ടികളുമായി 2 പേർ പാലക്കാട് ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. ഏതായാലും കുട്ടികളുടെ രേഖകളില്ലെന്ന് പോലീസ് പറഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തുടർന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതരെ വിളിച്ചു വരുത്തി അവരെ കുട്ടികൾക്ക് കൈമാറിയിരിക്കുന്നത്. കുട്ടികളുടെ രേഖകൾ ഇന്ന് ഹാജരാക്കാൻ സ്ഥാപനത്തോട് CWC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവയവദാനത്തിനായി മനുഷ്യക്കടത്ത് ധാരാളമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും സിനിമകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്താണെങ്കിലും പല ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്തും അതും അവയവദാനത്തിനായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ അന്വേഷണ സംഘങ്ങളും ഏറെ ജാഗരൂകരാണ്. ഇനി കുട്ടികളെ എന്തിനാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷവും അനധികൃത അവയവദാനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകളെ കടത്തുന്ന റാക്കറ്റ് നമ്മുടെ ഈ വർഷവും ഒഡീഷയിൽ നിന്ന് 2 പേരെ താജിക്കിസ്ഥാനിലേക്ക് അയച്ചതായി ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIA കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രാജ്യാന്തര സംഘത്തിനെതിരെ കേരളത്തിൽ NIA രജിസ്റ്റർ ചെയ്ത കേസിലും അന്വേഷണം തുടരുകയാണ്. ഇതിനിടയിലാണ് സംഘത്തിന്റെ പ്രവർത്തനം തുടരുന്നതായുള്ള അന്വേഷണ സംഘത്തിന്റെ തന്നെ കണ്ടെത്തൽ. അവയവക്കടത്ത് റാക്കറ്റിലെ പാലാരിവട്ടം സ്വദേശിയായ 1-ാം പ്രതി മധു ജയകുമാറിനെ കൂടുതൽ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലായിരുന്നു കഴിഞ്ഞ വർഷം വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇറാഖിലേക്കായിരുന്നു അധിക പേരെയും കടത്തിയിരുന്നത്. ഇപ്പോൾ താജിക്കിസ്ഥാനിലും ലക്ഷ്യകേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. NIA രാജ്യാന്തര തലത്തിൽ അന്വേഷിക്കുന്ന കേസാണ് ഇത്തരത്തിലുള്ള അവയവ കച്ചവടവും മനുഷ്യ കച്ചവടവും ഒക്കെ തന്നെ. ഇപ്പോൾ എന്തിനാണ് 21 കുട്ടികളെ, അതും 10 മുതൽ 16 വയസ്സ് വരെ മാത്രം പ്രായമുള്ള ഈ ആൺകുട്ടികളെ ഇവിടെ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത്, പാലക്കാട് എത്തിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ കോഴ്സ് പഠിക്കാനും മറ്റോ ആണെങ്കിൽ എന്തുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ മറ്റുള്ള രേഖകളൊന്നുമില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി തന്നെ പോലീസ് വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഇത് അന്വേഷിക്കുന്നത്.